2016 മോഡൽ ഹോണ്ട ജാസ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? സെക്കൻഡ് ഓണറാണ്. എന്ത് ഓടിയിട്ടുണ്ട്? നമുക്ക് 2015 i10 അവൈലബിൾ ആണ്. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പാണത്. 2017 ഹുണ്ടായി എക്സ്റ്റൻറ്റ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? സെക്കൻഡ് ഓണറാണ്. നമുക്ക് 2012 ഹുണ്ടായി i20 അവൈലബിൾ ആണ്. 2016 സ്വിഫ്റ്റ് VXi. എന്ത് ഓടിയിട്ടുണ്ട് ഇത്? 89,000 കിലോമീറ്റർ ഓടിയതാണ്. ഓണർഷിപ്പോ? ഫസ്റ്റ് 58,500 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളൂ? അത്രേ ഓടിയിട്ടുള്ളൂ. പെട്രോളോ ഡീസലാ? പെട്രോൾ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കുറേ കാലമായിട്ട് സബ്സ്ക്രൈബേഴ്സ് പറയുന്നതാണ് വേറൊരു റൂട്ട് പിടി, തിരുവനന്തപുരം കൊല്ലമൊക്കെ ഉള്ള സനു വേറെ ഒന്നും ഇല്ലയെന്ന് ചോദിച്ച് അവസാനം നമ്മൾ അടൂർ റൂട്ടിലോട്ട് വന്നിട്ടുണ്ട്. പത്തനംതിട്ട എത്തിയെന്ന് പറയത്തില്ല, അടൂർ റൂട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അടൂർ ബൈപ്പാസിനടുത്തുള്ള SS യൂസ്ഡ് കാസിനകത്താണ് ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നമ്മളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ വിലയുള്ള വണ്ടികൾ കാണാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ മീഡിയം ലെവലിലുള്ള വണ്ടികൾ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയി കത്തി വിലയുള്ളിടത്ത് കയറി മകൻ്റെ എന്നെ ചീത്ത വിളിക്കരുത്. ഇവിടെ കിടക്കുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളാണ്. അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് വണ്ടികൾ കാണാനും എടുക്കാനും താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ലോ ബഡ്ജറ്റ് പ്രതീക്ഷിച്ച് വീഡിയോ കാണല്ലേ, ലോ ബഡ്ജറ്റ് വണ്ടി അല്ല, അത് ഞാൻ ആദ്യമേ അങ്ങ് പറഞ്ഞതാണ്. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഈ നാട് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഈ പണ്ടാരപ്പണിച്ച് ഈ നാട് മൊത്തം ചുറ്റിക്കറങ്ങിയിട്ടാണ് ഞാൻ അവസാനം ഈ ഷോപ്പ് കണ്ടുപിടിച്ചത്. എൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം. കുറഞ്ഞ വണ്ടികളുള്ളിടം തപ്പി പോയി അവസാനം കണ്ടെത്തിയ സ്ഥാപനമാണ്. അതുകൊണ്ട് താൽക്കാലികമായി അഡ്ജസ്റ്റ് ചെയ്യുക. ആവറേജ് വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ കാണാൻ പറ്റിയ നല്ലൊരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി നിൽക്കുന്നത് ബ്രോ, പേരെങ്ങനെയാണ്? റിജോ ജോൺ. ഇങ്ങോട്ട് നിന്നോ. റിജോ ജോൺ. ഓക്കെ. ഈ സ്ഥാപനം കറക്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഒന്ന് പറഞ്ഞു. നമ്മൾ അടൂർ ബൈപ്പാസ് റോഡാണ്. അടൂർ ബൈപ്പാസ് റോഡിൽ ബൈപ്പാസിന്റെ അവിടെ നിന്ന് ഏകദേശം എത്ര ദൂരമുണ്ട്? ഇവിടെ അവിടെ ഒരു 300-400 മീറ്ററേ ഉള്ളൂ. ആ ഒരു റൈറ്റ് സൈഡ് ഇല്ലേ? റൈറ്റ് സൈഡ് അവിടെ നിന്ന് വരുമ്പോൾ, അതായത് കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നവർക്ക് റൈറ്റ് സൈഡ് ആയിട്ട് വരും. ഓക്കെ. നമ്മളിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്ന ഏറ്റവും വില കുറഞ്ഞ വണ്ടി ഏകദേശം എത്ര രൂപയുള്ളായിരിക്കും? കാരണം വില കുറഞ്ഞ വണ്ടികൾ കാണാനാണ് തോന്നിയ പ്രേക്ഷകരുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. നമുക്ക് ഏകദേശം 30,000 മുതലുള്ള വണ്ടികൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ നില ഈ വീഡിയോ കാണിക്കാൻ ഈ ഷോപ്പിൽ ഇല്ല, ഈ ഷോപ്പിൽ ഇപ്പോൾ ഇല്ല. നമ്മുടെ ബ്രാഞ്ചസിലുണ്ട്. ഈ ഷോപ്പിൽ ഏറ്റവും കുറഞ്ഞ കിടക്കുന്ന വണ്ടി എത്രയാണ് പറഞ്ഞോ, ഞാൻ കട്ട് എടുത്തോളാം. 85,000 രൂപ മുതൽ നമുക്കിപ്പം അവൈലബിൾ ആണ്. ബാക്കി അല്ലാതെ ഉണ്ട്, ലോ ബഡ്ജറ്റ് ഉണ്ട്. നമ്മുടെ പല ബ്രാഞ്ചസിലും, കൊട്ടാരക്കരയിലൊക്കെ ബ്രാഞ്ച് ഉണ്ട്. ഞാൻ ഇന്ന് ഇവിടെ ഒന്ന് അന്വേഷിച്ചപ്പോഴായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഞാൻ ഇനി പോയി വേണം കണ്ടുപിടിക്കാൻ സ്ഥലം. ഓക്കെ. അപ്പം നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. നമുക്കൊരു 2007 മാരുതി സുസുക്കി സെൻ എസ്റ്റിലോ കിടപ്പുണ്ട്. LXi ആണ് മോഡല്. അതായത് 1,25,000 കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണറാണ്. പേൾ സിൽവർ ആണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന വില 1 ലക്ഷമാണ് ഉദ്ദേശിക്കുന്നത്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല നീറ്റായിട്ട് യൂസ് ചെയ്ത വണ്ടിയാണ്. ഇതിന്റെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ഇനി എത്ര ആളും കൂടി ഉണ്ട്? എല്ലാം പക്കയാണ്. എല്ലാം പക്കയായിട്ടിരിക്കുന്നതാണ്. 2027 വരെ ഉണ്ട്. 2027 വരെ ഉണ്ട്. ഇൻഷുറൻസ് നമുക്ക് 12-ാം മാസം വരെ ഉണ്ട്. അത്യാവശ്യം വണ്ടിക്കകമൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ. ഫീച്ചേഴ്സ് എല്ലാം വർക്കിംഗ് ആണ്. AC ഒക്കെ നല്ല AC ഉണ്ടോ? എല്ലാം നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ടയർ കണ്ടീഷൻ ഒക്കെ എങ്ങനെയാണ്? ടയർ കണ്ടീഷൻ ഫ്രണ്ട് 2 ടയറും നല്ല ടയർ അല്ലേ? നല്ല ഫ്രഷ് പുതിയ ടയർ. ചെറിയൊരു ആവറേജ് ആണ്. ഈ ടയർ ബാക്ക് ടയർ മാറി കൊടുക്കൂ, അതോ ഈ കിടക്കുന്ന ആ കണ്ടീഷനിൽ തന്നെയാണ്? പെയിന്റിങ് ഭാഗമൊക്കെ കറക്റ്റ് ആണ്. നല്ലതായിട്ട് വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. എത്ര ചോദിക്കുന്നത്? ഒന്നാണ്. ലാസ്റ്റ് പ്രൈസ് ആണോ അതോ എന്തെങ്കിലും ചെറിയൊരു ഇത് വരും, മാറ്റം വരും? ചെറിയൊരു മാറ്റം. നമുക്ക് 2004 മാരുതി വാഗണർ LXi നമുക്ക് അവൈലബിൾ ആണ്. എത്ര ഓടിയിട്ടുണ്ട്? 1,13,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ്സ് ഇതുമില്ല. തേർഡ് ഓണറാണ്. അത്യാവശ്യം സീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയുണ്ട് വണ്ടിക്കകം കാണാൻ, കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് AC ഒക്കെ നല്ല വർക്കിംഗ് ആണ് കേട്ടോ. പവർ സ്റ്റിയറിംഗ് ആണോ? പവർ സ്റ്റിയറിംഗ് അല്ല. നോർമൽ.
AC ഉണ്ടല്ലേ? AC വർക്ക് ചെയ്യും. AC കറക്റ്റ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ ആണല്ലോ. വർക്കിംഗ് ആണ്. ടയർ കണ്ടീഷൻ 70,000 ആണ് നമ്മുടെ 70,000 രൂപ അല്ലേ? 70,000 രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഇതിന്റെ പേപ്പറൊക്കെ ഇനി എത്ര നാളോട് കിടപ്പുണ്ട്? 2024 6 മാസമാണ് പേപ്പർ തീർന്നതാണ്. 2024 6 മാസത്തിൽ പേപ്പർ തീർന്നു. അപ്പോൾ ഇനി പുതിയത് എടുക്കണം. എടുക്കണം. ഇൻഷുറൻസ് 12-ാം മാസം വരെ ഉണ്ട് ഈ വർഷം. നമുക്ക് 2012 ഹുണ്ടായി i20 അവൈലബിൾ ആണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? അത് വരുമ്പം നമുക്ക് 87,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. ഡീസലാണോ പെട്രോളാണോ? അത് വരുന്ന ഡീസലാണ്. സിൽവർ കളറാണ്. ഫസ്റ്റ് ഓണറാണ്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ്. ഫീച്ചേഴ്സും അവൈലബിൾ ആണല്ല. AC, സ്റ്റീരിയോ, പവർ വിൻഡോ, പിന്നെ മിറർ അഡ്ജസ്റ്റ് വരെയും നമുക്ക് അവൈലബിൾ ആണ്. ഇലക്ട്രിക് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്. അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്. ടയേഴ്സും അത്യാവശ്യം നല്ലതായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വേറെ അപാകതകൾ പറയാനൊന്നുമില്ലല്ലോ? ഇല്ല. എത്ര ചോദിക്കുന്നത്? 2.75. നെഗോസിയേറ്റ് തന്നെ റേറ്റൊക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ ഒരു പൊട്ടലുണ്ടോ നമ്മളെ ഗ്ലാസ്സിൽ? ഒരു വര പോലെ ചെറിയ നൈസ് തട്ടിയതായിരിക്കും അത്. പൈസ എറിയ അങ്ങനെയൊക്കെ ഉള്ള കലാപരിപാടി ഉള്ളതുകൊണ്ടേ അങ്ങനെ വല്ല ആയിരിക്കും. പക്ഷെ അറിയാമില്ല. അതെ, ഒരു വെള്ളക്കാ വല്ലതും അങ്ങനെയാവാ. ഇത് മൈലേജ് എങ്ങനെയായിരിക്കും? മൈലേജ് ഡീസലല്ലേ? ഡീസലാണ്. മൈലേജ് കിട്ടും. അപ്പോൾ ഒരു എന്തായാലും 20 അടുപ്പിച്ച് എന്തായാലും കിട്ടുമല്ലോ. കിട്ടും. ഇതിന്റെ പേപ്പർ വർക്കൊക്കെ ഇനി എത്ര നാളത്തേക്കുണ്ട്? ഇതിൻ്റെത് വരുമ്പോഴത് ഏത് വർഷമായിരുന്നു? വർഷം പറ. 2012. അപ്പോൾ ഇനിയുണ്ട് 2 വർഷം കൂടി ഉണ്ട്. 2026 വരെ ഉണ്ട്. 26 വരെ നമുക്ക് 2016 ഡിസയർ അവൈലബിൾ ആണ്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് ഫസ്റ്റ് ഓണറാണ്. കിലോമീറ്റർ 75,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. പെട്രോൾ അല്ലേ? ഇത് പെട്രോളാണ്. പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം എൻറിച്ചഡ് ആണ്. സ്റ്റീരിയും കാര്യങ്ങളൊക്കെ ഇൻബിൽഡ് എല്ലാം ഇൻബിൽറ്റ് ആണ്. നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. വണ്ടി കാണാറുണ്ടത്. സറൗണ്ടിങ് ലൈറ്റ്സ് വരെ ഉണ്ട്. സറൗണ്ടിങ് ലൈറ്റ്, പവർ വിൻഡോയും എല്ലാം അവൈലബിൾ ആണ്. വണ്ടി മൊത്തത്തിൽ കാണാൻ കൊള്ളാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. എന്തെങ്കിലും ആക്സിഡന്റ് കേസ്, റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എത്ര ചോദ്യം? എത്ര? ഇത് 450 ചോദിക്കുന്നത്. 450 ലാസ്റ്റ് പ്രൈസ് ആണോ? അതല്ല, ഫൈനലാ. ഫിനാൻസ് ഒക്കെ എങ്ങനെയാണ്? എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റും? ആദ്യം ഒരു 30,000 കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും. ഒരു 5 വർഷമൊക്കെ ലോൺ സൗകര്യം കിട്ടും അല്ലേ? കിട്ടും. അത് ഒരു സിബിൽ സ്കോർ അനുസരിച്ച് പ്രൊഫൈൽ വെച്ചിട്ട്. 2010 i10 മാഗ്ന അവൈലബിൾ ആണ്. ഓണർഷിപ്പ് കാര്യങ്ങൾ എങ്ങനെയാണ്? ഫസ്റ്റ് ഓണറാണ്. എന്ത് ഓടിയിട്ടുണ്ട്? 62,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആണേ? കിലോമീറ്റർ അല്ല, ജെനുവിൻ ആണ്. റീപ്ലേസ്മെന്റ്സോ അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ? ഒന്നുമില്ല. നോർമൽ സീറ്റ് കവറാണല്ലേ? അതെ, പ്രത്യേകം ചെയ്തിട്ടൊന്നുമില്ല. സ്റ്റീരിയോ ഉണ്ട്. ഇറക്കിയപ്പോൾ ഉള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ. 2 ഡോർ പവർ വിൻഡോ ആണല്ലേ? അതെ. നല്ല ടയേഴ്സ് ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 160 ചോദിക്കുന്നത്. 160. നമുക്ക് 2022 ഹുണ്ടായി വെന്യൂ അവൈലബിൾ ആണ്. ടർബോ ആണ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് വരുമ്പോൾ ഫസ്റ്റ് ഓണറാണ്. കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്ററും വളരെ കുറവ് ഓടിയിരിക്കുന്നത്. 11,750 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ? വളരെ കുറച്ച് ഓടിയ വണ്ടിയല്ലേ? വളരെ കുറവ് ഓടിയ വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. ഫീച്ചേഴ്സ് എല്ലാം എൻറിച്ച്ഡ് ആണ്. ടോപ്പ് വേരിയൻ്റ് ആണത്? ഇത് SX പ്ലസ് വരും. റൂഫുള്ള മോഡലല്ലേ? സൺറൂഫ് എല്ലാം ഉണ്ട്.
ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. അലോയ് വീൽസാണ്. എത്ര ചോദിക്കുന്നത്? 10,50,000 രൂപയാണ് ചോദിക്കുന്നത്. 10,50,000. നമുക്ക് 2015 i10 അവൈലബിൾ ആണ്. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പാണത്. എത്ര ഓടിയിട്ടുണ്ട്? 68,000 കിലോമീറ്റർ ഓടി. 68? 68 ജെനുവിൻ കിലോമീറ്റർ ആണ്. പിന്നെ വേറൊരു മോഡലുണ്ട്, സർട്ടിഫൈഡ് ആണ് കേട്ടോ. എന്താ? ഹുണ്ടായി സർട്ടിഫൈഡ് ആണ്. ഓക്കെ, സർട്ടിഫൈഡ് വെഹിക്കിൾ ആണ്. സർവീസും കാര്യങ്ങളെല്ലാം അവിടെ തന്നെ സർട്ടിഫൈഡ് വെഹിക്കിൾ ആണ്. ബേസ് മോഡലാണ്. അതെ. ടയർ കണ്ടീഷനൊക്കെ ഒരു 60% ടയർ കണ്ടീഷൻ ഉണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. ഫ്രണ്ട് ടയർ അത് അത്രയും കിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഒരു 10-13 മൈലേജ് കിട്ടും. പെട്രോൾ അല്ലേ ഇതോ? ഇത് പെട്രോളാണ്. പെട്രോൾ എത്ര ചോദിക്കുന്നത്? 230. 230 ലാസ്റ്റ് പ്രൈസ് ആണോ? ഇത് ഏകദേശം ഫൈനൽ പ്രൈസ് തന്നെയാണ്. ഇതെല്ലാം വന്നാലും ഒരു ചെറിയൊരു വ്യത്യാസം വരും. അതേ വരത്തുള്ളൂ. അത്രേ ഉള്ളൂ. 2016 സ്വിഫ്റ്റ് VXi. എന്ത് ഓടിയിട്ടുണ്ട് ഇത്? 89,000 കിലോമീറ്റർ ഓടിയതാണ്. ഓണർഷിപ്പോ? ഫസ്റ്റ്. സിംഗിൾ ഓണർഷിപ്പാണ്. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല. വണ്ടി ഫോർഡോ പവർ വിൻഡ് ആണ് അല്ലേ? പവർ വിൻഡ് ആണ്. വണ്ടിക്കകമൊക്കെ കൊള്ളാം, വൃത്തിയുള്ള വണ്ടിയാണ്. ടയർ ആവറേജ് ടയറേ ഉള്ളൂ. റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 440. 440. 2015 സ്വിഫ്റ്റ് ഡിസയർ അവൈലബിൾ ആണ്. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പാണ്. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഏതാ? റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. എത്ര ഓടിയിട്ടുണ്ട്? 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്? ജെനുവിൻ കിലോമീറ്റർ എല്ലാം ജെനുവിൻ ആട്ടോ. വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. ഫീച്ചേഴ്സ് എല്ലാം വർക്കിംഗ് ആണ്. AC, പവർ സ്റ്റിയറിംഗ്, എല്ലാ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇരിപ്പുണ്ട്, കുഴപ്പമില്ല. ടയർ കണ്ടീഷനൊക്കെ ആവറേജ് ടയർ കണ്ടീഷൻ ഉണ്ട്. എത്ര ചോദ്യം? 450. 450. 2016 ഗ്രാൻഡ് i10. ഓണർഷിപ്പ് എങ്ങനെ? ഫസ്റ്റ് ഓണറാണ്. എന്ത് ഓടിയിട്ടുണ്ട്? 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര ഓടിയിട്ടുള്ള? വളരെ നല്ല നീറ്റ് ആൻഡ് നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. കണ്ടോ? സ്റ്റാർട്ട് ബട്ടണും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ? ടോപ്പാണോ വേരിയൻ്റ്? ടോപ്പ് വേരിയൻ്റ് ആണ്. ഓട്ടോമാറ്റിക് ആണല്ലേ? അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടയേഴ്സാണ്. ടയേഴ്സ് ഏകദേശം ഒരു 70-80% ടയേഴ്സ് കിടപ്പുണ്ട്. i10 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 14-15 മൈലേജ് അല്ലേ? പെട്രോൾ അല്ലേ? പെട്രോള്. ഓക്കെ, വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലേ? ഇല്ല. എത്ര ചോദിക്കുന്നത്? 485. ഹോണ്ട അമേസ് 2018 മോഡൽ. 18 മോഡൽ. എങ്ങനെയത് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? സിംഗിൾ ഓണറാണ്. റേഡിയൻ റെഡ് കളറാണ്. സിംഗിൾ ഓണറാണ്. VX വേരിയൻ്റ് വരും. ഈ ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ പ്രത്യേകം വെച്ചാണോ അതോ ഇത് വരുന്നതാണോ? അറിയത്തില്ല. വെരി ഗുഡ്. അത്യാവശ്യം വണ്ടിക്കകം കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട്. ക്വാളിറ്റി വെഹിക്കിളാണ്. പുഷ് സ്റ്റാർട്ട് ബട്ടണും കാര്യങ്ങളൊക്കെ ആണല്ലേ? ടയർ കണ്ടീഷൻ അത്യാവശ്യം കുറവാണ്. ബാക്ക് ടയർ കുറച്ച് അതാണ്. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. ഫ്രണ്ട് ടയർ അത് പിന്നും കുഴപ്പമില്ല. ഫ്രണ്ട് ടയർ പിന്നും ഉണ്ട്. 38,500 കിലോമീറ്റർ അത്രേ ഓടിയിട്ടുള്ളൂ. പെട്രോളോ ഡീസലാ? പെട്രോള്. എത്ര ചോദിക്കുന്നത്? 630. ഈ പറയുന്ന റേറ്റ് എല്ലാം നെഗോസിയേറ്റ് ഉള്ള ചെറിയൊരു വ്യത്യാസം വരത്തേ ഉള്ളൂ കേട്ടോ. നെഗോസിയേഷൻ ഇല്ലാതുള്ള വിലകളാണോ ഈ പറയുന്നത്? 2016 മോഡൽ ഹോണ്ട ജാസ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? സെക്കൻഡ് ഓണറാണ്. എന്ത് ഓടിയിട്ടുണ്ട്? എന്താ ഓടിയിട്ടുള്ളത്? 88,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 88,000. പെട്രോളാണ്. വൈറ്റ് വിത്ത് ബ്ലാക്ക് കളറാണ് കേട്ടോ. ഡുവൽ ടോൺ ആണ്. വന്നപ്പോഴേ അങ്ങനെയാണല്ലേ? റൂഫൊക്കെ
അത്യാവശ്യം നല്ല സീറ്ററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ് വണ്ടി, നല്ല ഭംഗിയുള്ള വണ്ടിയാണ്. വെള്ളയും കറുപ്പും CVT കേട്ടോ, CVT. ഓക്കെ, CVT. ടയറൊക്കെ അത്യാവശ്യമുണ്ട്, നല്ല ടയേഴ്സ് ഉണ്ട്. ഒരു 14-15 മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. എത്ര ചോദ്യം? 5.25. 5.25. ഓക്കെ, ആദ്യം നമുക്ക് ഈ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ ഒരു 50 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഇറക്കിക്കൂടെ? ഇറക്കാം. 2012 മോഡൽ റെനോ പൾസ്. ഓണർഷിപ്പൊക്കെ എങ്ങനെയാണ്? ഫസ്റ്റ് ഓണറാണ്. എന്തോ ഓടി? 87,000 കിലോമീറ്റർ ഓടി. 87. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു വണ്ടിക്ക്. എല്ലാ വണ്ടികളുടെ അകമൊക്കെ നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ടയർ മുട്ടയാണ്, ഇതിന്റെ ടയർ മുട്ടയാണ്. ബാക്ക് ടയർ പോയിട്ട്. വേറെ എന്തെങ്കിലും അപാകതകൾ പറയാൻ? എന്തെങ്കിലും അപാകതകളൊന്നുമില്ല. ഒന്നുമില്ല. ഡീസലാണ് കേട്ടോ. ഡീസലാണ്. അപ്പോൾ മൈലേജ് 10-20 ഘടിപ്പിച്ച് കിട്ടും. മൈലേജ് നല്ല കിട്ടും. എത്ര ചോദിക്കുന്നത്? എത്രയാ? 2.80 ചോദ്യം. 2.80. ചെറിയൊരു വ്യത്യാസം വരും. 2016 മാരുതി സിയാസ്. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഫസ്റ്റ് ഓണറാണ്. ബ്രൗൺ കളറാണ്. എന്തോ ഓടി? 92,000 കിലോമീറ്റർ ഓടി. സെഞ്ചുറിക്ക് അടുത്ത് എത്തിയിട്ടുണ്ട്. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പുഷ് സ്റ്റാർട്ട് ബട്ടൺ ഒക്കെ അവൈലബിൾ ആണ്. എല്ലാ ഫീച്ചേഴ്സും എല്ലാം അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. അത്യാവശ്യം ടയറൊക്കെ ഉണ്ട്. അലോയ് വീലിലെ കാര്യങ്ങളെല്ലാം ഉണ്ട്. വേറെ അപാകതകൾ പറയാനൊന്നുമില്ല. അപാകതകളൊന്നും പറയാനില്ല. എത്ര ചോദിക്കുന്നത്? അത് 4.60 വരും. 4.60. 2018 ഡിസയർ. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് സെക്കൻഡ് ഓണറാണ്. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 25,000 കിലോമീറ്റർ ഓടി. 75? 25,000. ലോ കിലോമീറ്റർ ആണല്ലേ? ഇത് ഏത് വേരിൻ്റെ ഏതാ? VXL വരും. VXI. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. വണ്ടിക്ക് ആകെ കാണാൻ കൊള്ളാം. നല്ല നീറ്റ് വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? എത്ര? 5.60. 5.60. ചെറിയ ഡിഫറൻസ് വരും. ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം കൊള്ളാം, നല്ല ടയേഴ്സ് ഉണ്ട്. 2015 മോഡൽ ഹുണ്ടായി ക്രീറ്റ. GL ആണ് വേരിയന്റ് വരുന്നത്. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണറാണ്. കിലോമീറ്റർ എത്ര? 68,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണറാണ്. സ്ലീക്ക് സിൽവർ കളർ വരും. GL വേരിയൻ്റ് ആണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് ആണ്. നേരിട്ട് ഹുണ്ടായി ആയിട്ടുള്ള സർട്ടിഫൈഡ് ആണല്ലേ? ഈ വണ്ടിക്ക് വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. ഇതൊരു 13-12 മൈലേജ് എന്തായാലും കാണത്തുള്ളൂ വണ്ടിയല്ലേ? അത് അത്രയും തന്നെ സാധ്യതയില്ല. പെട്രോൾ അല്ലേ ഇത് വരുമ്പോൾ? പെട്രോളാണ് വരുന്നത്. പെട്രോള്. ഒരു 12-13 കാണുമായിരിക്കും. എത്ര ചോദിക്കുന്നത്? 6.10. 6.10. 2017 ഹുണ്ടായി എക്സെന്റ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? സെക്കൻഡ് ഓണറാണ്. പോളാർ വൈറ്റ് ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. നല്ല സീറ്ററും കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന വണ്ടിയാണ്. എന്ത് ഓടിയത്? 77,000 കിലോമീറ്റർ ഓടി. കിലോമീറ്റർ ഒക്കെ ജെനുവിനാണേ? കിലോമീറ്റർ എല്ലാം ജെനുവിനാണ്. നമ്മൾ കൂടുതലുള്ള കിലോമീറ്ററും കുറവുള്ള കിലോമീറ്ററും പ്രത്യേകം മെൻഷൻ ചെയ്താണ് പറയുന്നത്. ഈ ടയറൊക്കെ അത്യാവശ്യമുണ്ട്, കുഴപ്പമില്ല. എത്ര ചോദ്യം? 4.30. 4.30. എന്തെങ്കിലും കുറയോ? ചെറിയൊരു വേരിയേഷൻ വരും. ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ബാക്ക് ഈ സൈഡ് ടയർ നല്ല ടയർ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, അപാകതകളൊന്നുമില്ല. പെട്രോൾ അല്ലേ? പെട്രോളാണ്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാം ക്വാളിറ്റി വണ്ടികളായിരുന്നെങ്കിലും 1-2 തുടക്കത്തെ വണ്ടികൾ മാത്രം ചെറിയ വണ്ടികളുണ്ടായിരുന്നു. അത്തരം വണ്ടികൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നോക്കാം. പിന്നെ 1-2 വണ്ടികൾ ഇത്തിരി കൂടി ഒന്നും അങ്ങോട്ട് എത്തില്ല, അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. ബാക്കിയുള്ള വണ്ടികളെല്ലാം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളാണ് കാണിച്ചു തന്ന വണ്ടികളെല്ലാം.
അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള വണ്ടികളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ അടൂർ തന്നെ വേറെ ഏതെങ്കിലും കടകളും കൂടി കിട്ടുമോ എന്നൊക്കെ നോക്കിയിട്ട് വരാം. ബാ.